ഇന്നലെ ഡൈനാമിക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. എന്റെ ഫോൺ വിളിച്ചപ്പോൾ ക്ലയന്റ് എന്നോട് ചോദിച്ചു എന്താണ് ഡൈനാമിക് മാർക്കറ്റിംഗ്, എങ്ങനെ അതിനെ യൂസ് ചെയ്യുന്നത്. അതാണ് കുറച്ചും കൂടി പറഞ്ഞു ഡീറ്റെയിൽ. മീഡിയ സെനേരിയോ, വലിയ വലിയ ഔട്ട്ഡോറും പ്രിന്റും മാത്രമുണ്ടായിരുന്ന ഒരു വീഡിയോ സെനേരിയോയിൽ നിന്ന് വളരെ ഡൈനാമിക് ആയിട്ടുള്ള, തികച്ചും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പോലത്തെ സാധനങ്ങൾ ഇവോൾവ് ചെയ്യുകയും അതിന് വളരെ വേരിയസ് ആയിട്ടുള്ള ഡയമെൻഷൻസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഡൈനാമിക് മാർക്കറ്റിംഗ് എന്നുള്ള കോൺസെപ്റ്റ് ഇവോൾവ് ആവുന്നത്. അപ്പം നമ്മൾ ഒരു കസ്റ്റമറും പ്രൊഡക്റ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ മാത്രമാണ് മാർക്കറ്റിംഗ് എന്നും അതിന് ഉപയോഗിക്കുന്ന മീഡിയ എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പുഴ ഒഴുകുന്നത് പോലെ ഒഴുകേണ്ട ഒരു വസ്തുവായി മാറുന്നു എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഡൈനാമിക് മാർക്കറ്റിംഗ് ഇൻവോൾവ് ആവുന്നത്. ഇത് ഒരു മൾട്ടിമീഡിയയുടെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അപ്രോച്ചാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും ഓരോ ക്ലയൻറ്റിനും ഓരോ തരത്തിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ട ഒരു സാധനമായി ആണ് എന്നുള്ളത് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ ഓരോ ക്ലയൻറ്റിനും വ്യത്യസ്തമായി അത് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്.